കൊച്ചുകുട്ടികൾ, പെൺകുട്ടികൾ, ആൺകുട്ടികൾ, മധ്യവയസ്കർ, അപ്പൂപ്പൻ, അമ്മൂമ്മ, ഇതിലേതായിരിക്കും ജബ്ബാർ സൂപ്പർ സ്റ്റാറിന്റെ ഹാർഡ് കോർ ആരാധകർ? ഹാർഡ് കോർ എന്നതിന്റെ അർത്ഥം പറ. SSLC 3 വർഷം ജയിച്ചാണ് ഏറ്റവും കടുത്ത ആരാധകരായിരിക്കും? ഏറ്റവും പ്രായം ചെന്ന ആളോട് ആയിരിക്കും. പിന്നെ അതല്ല വേണ്ടേ, അതെ, ചോദിക്കുമല്ലേ അറിയാൻ. അതിനെ പരിചരിക്കുക, അതിനെ ഇഷ്ടം. അല്ല, ഒരു 100 വയസ്സുള്ളതിനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അവര് ആരായിരിക്കും? എന്റെ വല്യമ്മ മരണപ്പെട്ട 111 വയസ്സിലെ കണ്ട 2-3 കൊല്ലമേ ഉള്ളൂ. ഇനി ഒരെണ്ണം കൂടി എന്നെ ഇതിലുണ്ട്. സൂപ്പർ സ്റ്റാർ ആകുമ്പോൾ ഇത് വെക്കണം. സൂപ്പർ സ്റ്റാറിന് കുറച്ച് ജാടയൊക്കെ ആവാം. അങ്ങനെ സൂപ്പർ സ്റ്റാർ ആയിട്ട് കത്തി നിൽക്കുമ്പോൾ കാണിക്കാൻ സാധ്യതയുള്ള ഒരു ജാട പരിപാടി എന്തായിരിക്കും? 2-3 കാര്യം. ഒരു വാഹനം എടുക്കും, ആ വാഹനത്തിൽ നടക്കും, മറ്റേ ചില്ല് താത്തിയിട്ട് ചുമ്മാ പോകുന്നവരോടൊക്കെ ചുമ്മാ ചീത്തം തെറിയും പറഞ്ഞ് അങ്ങോട്ട് പോയി 7-8 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും തിരിച്ച് ഇങ്ങോട്ടൊരു വണ്ടി വരും. അതിനൊരു ഒച്ച കേൾക്കും, എന്ന് പറയും. അതാ ഞാൻ ബോഡി കൊണ്ടുള്ള ആൾക്കാർ തല്ലിക്കൊല്ലു. അങ്ങാട് പോയാൽ എൻ്റെ പറഞ്ഞല്ലോ അല്ല ഡിഫൻഡറിൽ പോകും. ഇങ്ങാട് വരുന്നത് ഒരു ടെമ്പോട്ടർ, ഒരു ആംബുലൻസ് അല്ല, അപ്പുറം അച്ചായൻസൊക്കെ വെച്ചാൽ സൂപ്പർ സ്റ്റാർ ആയാലും ശരി, കുഞ്ഞു സ്റ്റാർ ആയാലും ശരി, മര്യാദയ്ക്ക് കടന്നു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് പോവാം. അന്നത്തെ കാറുകളാണ്. നമ്മൾ ആ കാർ മേടിക്കാൻ നേരത്തെ സൂപ്പർ സ്റ്റാറിന്റെ കാറാണ്, ഒരു പവർ വേണേ വരുമ്പോ ഏത് കാറായിരിക്കും? അംബാസഡർ. അന്നത്തെ അംബാസഡർ ആണ്. അംബാസഡറേ ഉള്ളൂ. കോണ്ടസ ഈനസ ഒന്നും കൂടെ വന്നിട്ടില്ല. ഇല്ല. ആകെ ഇന്നസെന്റ് ചേട്ടനും മോഹൻലാലും കൂടെ ഒരു പടത്തിൽ പറയല്ലേ കോണ്ടസ എന്ന് പറയുന്നത്. അതല്ല, ഇവിടെ ഒന്നും ഇല്ല കോണ്ടസ. അംബാസഡർ ആർക്ക് വലിയ മുതലാളിമാർക്കൊക്കെ ഉള്ളൂ. അതിൽ അംബാസഡർ 2 തരമുണ്ട്. സാധാ അംബാസഡർ, BMC അംബാസഡർ ഉണ്ട്. അതിനകത്ത് BMC അംബാസഡർ. സൂപ്പർ സ്റ്റാർ ജബ്ബാർ ഇടുക്കി നായികയെ കാസ്റ്റ് ചെയ്യുവാണ്. അന്നത്തെ തിളങ്ങുന്ന ഒരു നായിക ആയിരിക്കണം ശാരദ ചേച്ചി. ഇനി സൂപ്പർ സ്റ്റാർ ആയിട്ട് കത്തി നിൽക്കുവാണെ, സ്വന്തം ബ്രാൻഡ് തുടങ്ങുവാണ്. അതെന്താവാം, പെർഫ്യൂം ആവാം, ഷൂ ആവാം. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്തായിരിക്കും? സ്റ്റാർട്ട് ഏത് ബ്രാൻഡിന്റെ ആയിരിക്കും? കപ്പപ്പുഴുക്കും പോത്തിറച്ചി. ഇടുക്കി കപ്പപ്പുഴുക്കും പോത്തിറച്ചി അതാണ് നമ്മുടെ ബ്രാൻഡ്. ഏത് രാജ്യത്തും കപ്പപ്പുഴുക്കും പോത്തിറച്ചി തിന്നത് സാഹിബ് വരെ തിന്നും. കലാഭവൻ റഹ്മാൻക്കട ഹോട്ടലില് ഞാൻ ഒരു 3 കൊല്ലം സൂപ്പർവൈസറായിട്ട് നിന്ന. അപ്പൊ ഞാൻ മിമിക്രി ഉണ്ട്. അദ്ദേഹത്തിന് ട്രൂപ്പിൽ നിൽക്കുമ്പോൾ ഞാൻ വീട്ടിലേക്ക് പൗർണമി ദിവസം ഞാൻ കട്ടപ്പനയ്ക്ക് പോണേ, കരയാജൻ ചേട്ടൻ്റെ ആ വണ്ടിയാണ് ഇവിടെ ഇടിച്ച് ഒരു 55 സ്റ്റിച്ച്. ഇതിലൂടെ ഒരു കമ്പി കുത്തി കയറി ഇതിലൂടെ വന്ന് ഇവിടെ ഒരു 6 സ്റ്റിച്ച്, അങ്ങനെ 55 സ്റ്റിച്ചായിട്ട് 1993 അത് ഞാൻ 3ാമത്തെ ഘട്ടം ഞാൻ SSLC എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ 3 പ്രാവശ്യം എടുത്തിട്ട് പൊട്ടിപ്പോയി. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഊട്ടുപുര എന്ന് പറഞ്ഞിട്ട് ആ ഹോട്ടലിൽ പിന്നെയും തുടങ്ങുന്നു. അവിടെ സായിപ്പ് വന്നിട്ട് കപ്പപ്പുഴുക്കും മീൻകറിയും കഴിച്ചു. എന്തൊക്കെയുണ്ട്, ടപ്പിയൊക്കെ, മത്തിക്കറി നല്ലത് പറഞ്ഞപ്പം അത് പോട്ടെ. നമ്മള് പപ്പൻ, പ്രിയപ്പെട്ട പപ്പനാണ് ശരിക്കും. എനിക്ക് ഇതിന്റെ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ തിലകേട്ടനാണ് അതിൽ വരുന്നത്. അപ്പൊ അതുപോലെ ഈ സിനിമയും അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പൊ കുട്ടന്റെ ഷിനിഗാമിക്ക് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ അങ്ങനത്തെ? കാരണം നമ്മുടെ നമ്മൾ വരുന്ന കാലന്മാരും എല്ലാം ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള കാലന്മാരായിരുന്നു. മലയാളത്തില് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് സിനിമകളിലും. അപ്പൊ അതുപോലെ ഒരു ഇന്റൻസേട്ടൻ തന്നെ ഈ പടത്തിൽ പറയുന്നുണ്ട്, എന്റെ റീസൺസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളാരാ? കാലനാ. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കൊമ്പുമൊക്കെ വെച്ച് പോത്തിന്റെ പുറത്തൊക്കെ വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ഇയാള് പറയുന്നുണ്ട്, അത് കാലൻ, അദ്ദേഹം എന്നെ ഏൽപ്പിച്ചതാ.